ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചാപ്റ്ററിൻ്റെ 7th ക്ലാസ്സിലോട്ടാണ് കടക്കുന്നത്. ആസ് യൂഷ്വൽ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കിയിരുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അതല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിൻ്റെ ഫോർമുല പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇതായിരുന്നു ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അതല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഫോർമുല ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. IRR രണ്ട് രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വെൻ ക്യാഷ് ഫ്ലോസ് ആർ ഈക്വൽ, വെൻ ക്യാഷ് ഫ്ലോസ് ആർ അൺഈക്വൽ. ക്യാഷ് ഫ്ലോസ് ആർ ഈക്വൽ ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് വോളിയം ഫാക്ടർ PV ഫാക്ടർ കണ്ടുപിടിക്കുന്നു. അതിനുള്ള ഫോർമുല ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അതേപോലെ തന്നെ നമ്മൾ വെൻ ക്യാഷ് ഫ്ലോസ് ആർ അൺഈക്വലിൻ്റെ തിയറി പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോസ് ആർ അൺഈക്വലിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ തിയറി നമ്മൾ കവർ ചെയ്തതാണെങ്കിലും ഒന്നുകൂടി ഇന്ന് അതിൻ്റെ ഒന്ന് റിവിഷൻ നമുക്ക് നടത്താം. വെൻ ക്യാഷ് ഫ്ലോസ് ആർ അൺഈക്വൽ, അങ്ങനത്തെ സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ടോട്ടലി വി സേ 3 സ്റ്റെപ്സാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ആവറേജ് ക്യാഷ് ഇൻഫ്ലോ കവർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ട്രയൽ റേറ്റ് എത്രയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് ട്രയൽ റേറ്റ് എത്രയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനുശേഷം ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ആക്ച്വൽ IRR കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ് അതിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നമ്മൾ പ്രോഫിറ്റ് വോളിയം ഫാക്ടർ PV ഫാക്ടർ കണ്ടുപിടിക്കുന്നു. അതിനുള്ള ഫോർമുല ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വോളിയം ഫാക്ടർ അതും അതോടൊപ്പം തന്നെ ദ ലൈഫ് ഓഫ് ദി അസറ്റ്, എത്രയാണ് ഒരു അസറ്റിന് ടോട്ടൽ ലൈഫ് വരുന്നത്, ഇത് രണ്ടും കൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് ആന്യൂറ്റി ടേബിളിൽ കമ്പയർ ചെയ്യുന്നു. ഏതാണ് റേറ്റ് റിലേറ്റഡ് ആയിട്ട് നിയറസ്റ്റ് റേറ്റ് ഏതാണ് വരുന്നത് അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ്. ഇതേപോലെ തന്നെ സെക്കൻഡ് ട്രയൽ റേറ്റ് നമ്മൾ നോക്കുന്നു. ഇഫ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ അറ്റ് ദ ഫസ്റ്റ് റേറ്റ് കംസ് പോസിറ്റീവ്, എ ഹയർ റേറ്റ് ഷുഡ് ബി ട്രൈഡ്. ഇഫ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കംസ് നെഗറ്റീവ്, എ ലോവർ റേറ്റ് ഷുഡ് ബി ട്രൈഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമുക്ക് എത്രയാണ് റേറ്റ് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ NPV കാൽക്കുലേറ്റഡ് NPVനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ട്രയൽ റേറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദിസ് എക്സസൈസ് ഇസ് ഡൺ ടിൽ ദ NPV കം 0. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് നമ്മൾ സെക്കൻഡ് ട്രയൽ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നു. അതിനുശേഷം ആക്ച്വൽ IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേഷൻ നടത്തുന്നു. അതിനുവേണ്ടി ഇൻ്റർപോളേഷൻ ഫോർമുല 2 ടൈപ്പ് ഓഫ് ഫോർമുല ആണ് വരുന്നത്. ഒരെണ്ണം L + P1 - Q ഡിവൈഡഡ് ബൈ P1 - P2 ഇൻറ്റു H - L, where L is lower discount rate, H equals higher discount rate, P1 equals present value at lower rate, P2 present value at higher rate, Q net cash outlay. അതേപോലെ സെക്കൻഡ് ഫോർമുല ഓഫ് ഇൻ്റർപോളേഷൻ IRR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഇതാണ് ഇൻ്റർപോളേഷൻ 2 ഫോർമുലാസ് വരുന്നത്. നമ്മളിൽ നിന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് ഈ 2 ഫോർമുല ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കാൽക്കുലേറ്റ് IRR. കോസ്റ്റ് 22,000, ക്യാഷ് ഇൻഫ്ലോസ് ഇയർ 1 12,000, ഇയർ 2 4,000, ഇയർ 3 2,000, ഇയർ 4 10,000. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 22,000 ആണ്. 4 വർഷമാണ് ഇൻഫ്ലോസ് നമുക്ക് ലഭിക്കുന്നത് 12,000, 4,000, 2,000, 10,000. കാൽക്കുലേറ്റ് IRR. അപ്പോൾ IRR കാൽക്കുലേഷൻ ആദ്യം തന്നെ പ്രോഫിറ്റ് വോളിയം ഫാക്ടർ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് പ്രോഫിറ്റ് വോളിയം ഫാക്ടറിൻ്റെ ഫോർമുല വരുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നമുക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് 12,000, 4,000, 2,000, 10,000. അപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ടോട്ടൽ വരിക 28,000 ആണ്. 4 ഇയേഴ്സ്. അപ്പോൾ ആവറേജ് നമുക്ക് നോക്കുമ്പോൾ 7,000 നമുക്ക് ലഭിക്കും.
28,000 ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് 7,000. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ആവറേജ് ക്യാഷ് ഇൻഫ്ലോ. ഇനി പ്രോഫിറ്റ് വോളിയം ഫാക്ടർ കണ്ടുപിടിക്കാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ആണ് പ്രോഫിറ്റ് വോളിയം ഫാക്ടർ. ദെയർഫോർ 22,000 അതാണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. 22,000 ഡിവൈഡഡ് ബൈ 7,000 ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 3.14 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, നമുക്ക് പ്രോഫിറ്റ് വോളിയം ഫാക്ടർ ലഭിച്ചു കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് വോളിയം ഫാക്ടറും അതോടൊപ്പം തന്നെ ഈ അസറ്റിൻ്റെ ലൈഫ് എത്രയാണ് അത് രണ്ടും യൂട്ടിലൈസ് ചെയ്തിട്ട് ആന്യൂറ്റി ടേബിളായിട്ട് കമ്പയർ ചെയ്യുക, റേറ്റ് ഫിക്സ് ചെയ്യുക, ഫസ്റ്റ് ട്രയൽ റേറ്റ് ഫിക്സ് ചെയ്യുക. ഇവിടെ പി വി ഫാക്ടർ നമുക്ക് ലഭിക്കുന്നത് 3.14 ആണ്. ആൻഡ് ഓൾസോ ദ ലൈഫ് ഓഫ് ദി അസറ്റ് ഈസ് 4 years. അപ്പോൾ ഈ 3.14ഉം 4 yearsഉം കൂടി നമ്മൾ നോക്കിയിട്ട് ആന്യൂറ്റി ടേബിൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇതാണ് ആന്യൂറ്റി ടേബിൾ വരുന്നത്. ഇയർ 4, 4th ഇയറിൽ 3.14 എന്ന് പറഞ്ഞ പി വി ഫാക്ടറായിട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന റേറ്റ് ഏതാ നമുക്ക് നോക്കാം. ഇയർ 4 എടുക്കുന്നു. ഇയർ 4ൽ നമുക്ക് നോക്കുമ്പോൾ 10%ലാണ് 3.17 വരുന്നുണ്ട്. നമ്മുടെ വേണ്ട പി വി ഫാക്ടർ 3.14 ആണ്. 10% റേറ്റിൽ 4 years നമ്മൾ നോക്കുമ്പോൾ 3.170. 12%ലാണെങ്കിൽ അത് 3.037 ആണ് വരുന്നത്. ഞാൻ ഒരു ഏരിയ സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയർ 4 10% 3.17, 12% 3.037 ആണ് വരുന്നത്. 3.14 ആയിട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് 3.170 ആണ്. ദെയർഫോർ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ് 10% ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. So we have our first trial rate as 10%. On the basis of that നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഇയർ 1, 2, 3, 4 എഴുതിയിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ് അത് ഫുൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഫോർ 10% വരുന്നത് 0.909, 0.826, 0.751, 0.683. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% ആയാലും 15% ആയാലും ഇതിൻ്റെ ഫാക്ടർ വാല്യൂസ് വരുന്നത് ക്വസ്റ്റ്യനിൽ ഒന്നിലെയും ഡയറക്റ്റ് ആയിട്ട് തരും. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റീസ് ടു 1. ഇയർ 2 ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റീസ് ടു 2. ഇയർ 3 ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റീസ് ടു 3. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ടത്. അതേപോലെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഫോർമുല ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് എൻ പി വിയിലോട്ട് പോവാം. ക്യാഷ് ഇൻഫ്ലോ 12,000 ആണ് ഇയർ 1ൽ വരുന്നത്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 0.909 മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്രസൻറ്റ് വാല്യൂ നമുക്ക് 10,908, 10,908 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇയർ 2 4,000 ഈസ് എ ക്യാഷ് ഇൻഫ്ലോ. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 0.826. പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കുന്നത് 3,304. ഇതാണ് നമുക്ക് ലഭിക്കുന്ന പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഇതുപോലെ 4 വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ സം ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 22,544 ആണ്. വി നോ ദ ഫോർമുല ഫോർ കാൽക്കുലേഷൻ ഓഫ് എൻ പി വി. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ. ഇവിടെ 22,544 മൈനസ് 22,000. നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കുന്നത് അതല്ലെങ്കിൽ എൻ പി വി നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് 544 ആണ്. പോസിറ്റീവ് ഫിഗറാണ് നമുക്ക് എൻ പി വി ലഭിക്കുന്നത് 10% ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ നോക്കുമ്പോൾ. നമുക്ക് ഓൾറെഡി അറിയാം, ഇഫ് ദ എൻ പി വി അറ്റ് ദ ഫസ്റ്റ് റേറ്റ് കംസ് പോസിറ്റീവ് എ ഹയർ റേറ്റ് ഷുഡ് ബി ട്രൈഡ്. ഇഫ് ദ എൻ പി വി കംസ് നെഗറ്റീവ് എ ലോവർ റേറ്റ് ഷുഡ് ബി ട്രൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചത് 544 പോസിറ്റീവ് ഫിഗറാണ്. അപ്പോൾ 10%ലും കുറച്ചുകൂടി ഹയർ ആയിട്ട് റേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഓപ്ഷനാണ്. ഞാൻ 12% ഓപ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ട്രയൽ റേറ്റ് നമുക്ക് 10% ആയിരുന്നു. പോസിറ്റീവ് എൻ പി വി ആണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഹയർ റേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ 12% ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് ട്രയൽ റേറ്റ് ആയിട്ട്. ഇതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക. സെക്കൻഡ് ട്രയൽ റേറ്റ് 12% വെച്ചിട്ട് ഡിസ്കൗണ്ടിങ് ഫാക്ടർ 12% വെച്ചിട്ട് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇയർ 1 അതേപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 12%. ഇയർ 1 0.893, ഇയർ 2 0.797, ഇയർ 3 0.712,
ഇയർ 4 0.636. ഒന്നുകൂടി ഞാൻ ഇത് പറയാം. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 12% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 12% റേസ് ടു 1, 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 12% റേസ് ടു 2, 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 12% റേസ് ടു 3. അതാണ് 0.712. ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും റേറ്റ്. ഇത് ബേസ് ചെയ്ത് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 12,000 ഇൻറ്റു 0.893, 10,716. ഇതേപോലെ തന്നെ നമ്മൾ ഇയർ 2, ഇയർ 3, ഇയർ 4 കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കുന്നു 21,688. നമ്മൾ 4 വർഷം കാൽക്കുലേറ്റ് ചെയ്ത പ്രസൻറ്റ് വാല്യൂ അതിനെ സമ്മപ്പ് ചെയ്യുന്നു. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ 21,688 നമുക്ക് ലഭിക്കുന്നു. ആസ് യൂഷ്വൽ എൻ പി വിയുടെ ഫോർമുല യൂസ് ചെയ്യുന്നു. പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട് ഫ്ലോ. 21,688 മൈനസ് 22,000 വിച്ച് ഇസ് ഈക്വൽ ടു 312 നെഗറ്റീവാണ്. -312 ഫിഗറാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ 10% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് പോസിറ്റീവ് ഫിഗറും 12% വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ഫിഗറാണ് ലഭിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ ആക്ച്വൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ലൈസ് ബിറ്റ്വീൻ 10%, 12%. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള IRR ലൈസ് ബിറ്റ്വീൻ 10%, 12%. ദസ് IRR ലൈസ് ബിറ്റ്വീൻ 10% and 12%. The actual IRR can be interpolated as follows. നമ്മൾ ആ സ്റ്റെപ്സ് ഒന്ന് ഓർക്കുക. ഫസ്റ്റ് ട്രയൽ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു, സെക്കൻഡ് ട്രയൽ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റർപൊളേഷൻ ഫോർമുല യൂസ് ചെയ്യുന്നു. ഇൻ്റർപൊളേഷൻ ഫോർമുല ഫോർ IRR ഈക്വൽസ് L പ്ലസ് P1 മൈനസ് Q ഡിവൈഡഡ് ബൈ P1 മൈനസ് P2 ഇൻറ്റു H മൈനസ് L. അതല്ലെങ്കിൽ ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. അപ്പോൾ നമുക്കിത് പറയുന്ന ആവശ്യമുള്ള ഫിഗേഴ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 10%ലും 12%. നമുക്കിവിടെ വരുന്ന ലോവർ റേറ്റ് 10% ആണ്, ഹയർ റേറ്റ് 12% ആണ്. അതേപോലെ P1 എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ അറ്റ് ലോവർ റേറ്റ് ആണ്. ലോവർ റേറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത് 22,544. അതേപോലെ Q എന്ന് പറയുന്നത് നെറ്റ് ക്യാഷ് ഔട്ട്ലേ ആണ്. ലോവർ റേറ്റിൻ്റെ നെറ്റ് ക്യാഷ് ഔട്ട്ലേ അത് നമുക്ക് വരുന്നത് 22,000 ആണ്. അതിനുശേഷം P2 എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ അറ്റ് ഹയർ റേറ്റ് ആണ്. P2 നമുക്കതിവിടെ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 21,688. ഹയർ റേറ്റ് 12%, ലോവർ റേറ്റ് 10%. നമ്മൾ ഫോർമുലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 10 പ്ലസ് 22,544 മൈനസ് 22,000 ഡിവൈഡഡ് ബൈ 22,544 മൈനസ് 21,688 ഇൻറ്റു 12 മൈനസ് 10. ഡയറക്റ്റ് നമ്മുടെ ഫോർമുലയിലോട്ട് നമ്മൾ ഈ ഫിഗേഴ്സ് അപ്ലൈ ചെയ്യുന്നു. Therefore 22,544 മൈനസ് 22,000 നമുക്ക് ലഭിക്കുന്ന 544 ആണ്. 22,544 മൈനസ് 21,688 നമുക്ക് ലഭിക്കുന്നത് 856 ആണ്. Therefore 544 ഡിവൈഡഡ് ബൈ 856 നമുക്ക് ലഭിക്കുക 0.635 ആണ്. അതിൻ്റെ 2 ആണ് നമുക്ക് 1.27 ലഭിക്കുന്നത്. 10 പ്ലസ് 1.27 ഈക്വൽസ് 11.27%. 10 പ്ലസ് 1.27 ഈക്വൽസ് 11.27%. ഇതാണ് നമ്മുടെ ആക്ച്വൽ IRR നമുക്ക് ലഭിക്കുന്നത് ഇൻ്റർപൊളേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട്. ഇനി അതോടൊപ്പം തന്നെ ഇൻ്റർപൊളേഷൻ്റെ നെക്സ്റ്റ് ഫോർമുല കൂടി നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. നമുക്ക് നോക്കാം. 10 പ്ലസ് പോസിറ്റീവ് NPV നമുക്ക് 544 ലഭിച്ചിട്ടുണ്ട്. നെഗറ്റീവ് NPV മൈനസ് 312 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹയർ റേറ്റും ലോവർ റേറ്റും നമുക്കറിയാം 10ഉം 12ഉം ആണ്. Therefore 10 പ്ലസ് 544 ഡിവൈഡഡ് ബൈ 544 പ്ലസ് 312 ഇൻറ്റു 12 മൈനസ് 10. ഒന്നുകൂടി പറയാം. 10 പ്ലസ് 544 ഡിവൈഡഡ് ബൈ 544 പ്ലസ് 312 ഇൻറ്റു 12 മൈനസ് 10. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV ആണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് NPV മൈനസ് നെഗറ്റീവ് NPV ആണ്. എന്നിരുന്നാലും മൈനസും പിന്നെ മൈനസും വരുമ്പോൾ അത് നമുക്ക് പ്ലസ്സായി മാറും നമുക്കറിയാം. അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഫോർമുലയിൽ തന്നെ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 544 ഡിവൈഡഡ് ബൈ
544 പ്ലസ് 312. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, 544 ഡിവൈഡഡ് ബൈ 544 മൈനസ് ഓഫ് മൈനസ് 312. അത് രണ്ടും പ്ലസ് ആകുന്നു. ദെയർഫോർ 544 ഡിവൈഡഡ് ബൈ 856 ഇൻറ്റു 2. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫോർമുലയിലോട്ട് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതേ സെയിം ആൻസറിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. 10 പ്ലസ് 1.27% വിച്ച് ഈസ് ഈക്വൽ ടു 11.27%. അപ്പോൾ നമ്മൾ രണ്ട് ഫോർമുല, ഇൻ്റർപോളേഷൻ ഫോർമുലയുടെ രണ്ട് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആക്ച്വൽ IRR നമുക്ക് ലഭിച്ചിരിക്കുന്നത് 11.27% ആണ്. നമുക്ക് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനും സ്പീഡിൽ നമുക്ക് ചെയ്യാനും സാധിക്കും. IRR എളുപ്പമുള്ളതാണ്, ബട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അതേപോലെ ഫോർമുലാസ് നമുക്ക് കറക്റ്റായിട്ട് അറിയുകയും വേണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഭാരത് ലിമിറ്റഡ് ഹാസ് ടു സെലക്ട് വൺ ഓഫ് ദ ഫോളോയിങ് 2 പ്രൊജക്റ്റ്. 2 പ്രൊജക്റ്റാണ് തന്നിരിക്കുന്നത്, പ്രൊജക്റ്റ് എ, പ്രൊജക്റ്റ് ബി. ഞാൻ ആദ്യം പ്രൊജക്റ്റ് എൻ്റെ വായിക്കാം. കോസ്റ്റ് 11,000, ക്യാഷ് ഇൻഫ്ലോ ഫസ്റ്റ് ഇയർ 6,000, സെക്കൻഡ് ഇയർ 2,000, തേർഡ് ഇയർ 1,000, ഫോർത്ത് ഇയർ 5,000. പ്രൊജക്റ്റ് ബി കോസ്റ്റ് 10,000, ഇയർ 1 1,000, ഇയർ 2 1,000, ഇയർ 3 2,000, ഇയർ 4 10,000. യൂസിങ് IRR മെത്തേഡ് സജസ്റ്റ് വിച്ച് പ്രൊജക്റ്റ് ഈസ് പ്രിഫറബിൾ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, സെക്കൻഡ് ട്രയൽ റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് IRR കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോഫിറ്റ് വോളിയം ഫാക്ടർ കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് വോളിയം ഫാക്ടർ ഫോർമുല ഒന്നുകൂടി പറയാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇവിടെ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് എ, നമുക്ക് ആദ്യം പ്രൊജക്റ്റ് എ മാത്രം നമുക്ക് നോക്കാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് എക്ക് വരുന്ന 11,000 റുപ്പീസാണ്. ആൻഡ് ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് നോക്കുമ്പോൾ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ടോട്ടൽ വരുന്നത് 14,000 ആണ്. അതിൻ്റെ ആവറേജ് നമുക്ക് നോക്കുമ്പോൾ 14,000 ഡിവൈഡഡ് ബൈ 4 3,500 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് PV ഫാക്ടർ, പ്രോഫിറ്റ് വോളിയം ഫാക്ടർ കണ്ടുപിടിക്കാം. 11,000 ഡിവൈഡഡ് ബൈ 3,500 വിച്ച് ഈസ് ഈക്വൽ ടു 3.14. ഇതിലെ സൊല്യൂഷനിൽ നിങ്ങൾക്ക് വേറെ ഫോർമുല F=I/C എന്ന് കണ്ടിട്ടുണ്ട്. സെയിം ഫോർമുലയാണ്. പ്രോഫിറ്റ് വോളിയം ഫാക്ടർ ഈക്വൽസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, F=I/C. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് എൻ്റെ പ്രോഫിറ്റ് വോളിയം ഫാക്ടർ എത്രയാണ് നമ്മൾ നോക്കി, 3.14 ആണ്. അതേപോലെ തന്നെ പ്രൊജക്റ്റ് ബി നമുക്ക് നോക്കാം. ടോട്ടൽ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഫോർ പ്രൊജക്റ്റ് ബി 10,000 ആണ് വരുന്നത്. 14,000 ആണ് വരുന്നത്. കോസ്റ്റ് വരുന്നത് 10,000 ആണ്. Therefore 14,000 divided by 4 3,500 is the average annual cash inflow for project B. അത് നമ്മൾ പ്രോഫിറ്റ് വോളിയം ഫാക്ടറിലോട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. 10,000 ഡിവൈഡഡ് ബൈ 3,500 വിച്ച് ഇസ് ഈക്വൽ 2.86. അപ്പോൾ പ്രൊജക്റ്റ് എയുടെ പ്രോഫിറ്റ് വോളിയം ഫാക്ടർ 3.14ഉം പ്രൊജക്റ്റ് ബിൻ്റെ പ്രോഫിറ്റ് വോളിയം ഫാക്ടർ 2.86 ആണ്. അപ്പോൾ പ്രൊജക്റ്റ് എയും പ്രൊജക്റ്റ് ബിൻ്റെയും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ആണ് വിച്ച് പ്രൊജക്റ്റ് ഈസ് അക്സെപ്റ്റബിൾ എന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊജക്റ്റ് എൻ്റെ മാത്രം IRR കാൽക്കുലേറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് എൻ്റെ പ്രോഫിറ്റ് വോളിയം ഫാക്ടർ വരുന്നത് 3.14 ആണ്. ലൈഫ് ഓഫ് പ്രൊജക്റ്റ് എ 4 ഇയേഴ്സ് ആണ്. അപ്പോൾ 4 ഇയേഴ്സും ഈ PVF 3.14ഉം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ആന്യൂറ്റി ടേബിളായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇയർ 4 നമ്മൾ നോക്കുന്നു. 3.14 ആയിട്ട് ക്ലോസസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഏതാണ്? ഇയർ 4ൽ 10% ആണ്. 3.17 ഈസ് ദ നിയറസ്റ്റ് വൺ ടു 3.14. ദെയർഫോർ നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ് വരുന്നത് 10% ആണ്. കാൽക്കുലേഷൻ ഓഫ് IRR ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എയുടെ മാത്രം നമുക്ക് നോക്കാം. ഫോർ പ്രൊജക്റ്റ് എ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 10% ആണ്. ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യാഷ് ഇൻഫ്ലോ 6,000, 2,000, 1,000, 5,000 എഴുതിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ലഭിക്കുന്നതാണ് 0.909, 0.826, 0.751, 0.683. 4 വർഷത്തെയും ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% നമുക്കറിയാം. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കുന്നത് 11,272 ആണ്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് ഈസ് 11,000.
എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യുന്നു 272 പോസിറ്റീവ് ഫിഗറാണ്. എൻ പി വി ഒന്നുകൂടി ഞാൻ ഫോർമുല പറയാം. പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ. അതോടെ നമുക്ക് എൻ പി വി ലഭിക്കുന്നത് 272 ആണ്. 272. ഇനി we know that if the NPV that has been calculated, നമുക്ക് ലഭിക്കുന്ന ഫസ്റ്റ് ട്രയൽ റേറ്റ് നമുക്ക് ലഭിക്കുന്ന എൻ പി വി പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഒരു ഹയർ റേറ്റാണ് നമ്മൾ സെക്കൻഡ് ട്രയൽ റേറ്റിനായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. therefore 10% വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ലഭിക്കുന്ന എൻ പി വി പോസിറ്റീവ് ഫിഗറാണ്, 272 ആണ്. therefore I am opting for higher rate. സെക്കൻഡ് ട്രയൽ റേറ്റായിട്ട് ഞാൻ 12% തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. we know the discounting factor figure 0.893, 0.797, 0.712, 0.636. അപ്പോൾ 12% സെക്കൻഡ് ട്രയൽ റേറ്റായിട്ട് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നു. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. therefore we get that total present value cash inflow 10,844. 12% ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ടോട്ടൽ ലഭിക്കുന്നു നമുക്ക് 10,844. കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് 11,000. എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടി മൈനസ് ചെയ്താൽ മാത്രം മതി. 156 ആണ്, നെഗറ്റീവ് 156 ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു എൻ പി വി നമുക്ക് പോസിറ്റീവ് ഫിഗറും മറ്റൊരു എൻ പി വി നമുക്ക് നെഗറ്റീവ് ആണ് ലഭിച്ചിരിക്കുന്നത്. 10%ഉം 12% യൂട്ടിലൈസ് ചെയ്തിട്ട്. സോ വി നോ ദാറ്റ് ദ IRR ലൈസ് ബിറ്റ്വീൻ 10 and 12%. ഇൻ്റർപോളേഷൻ ഫോർമുല ഇനി യൂസ് ചെയ്താൽ മാത്രം മതി. ദസ് IRR ലൈസ് ബിറ്റ്വീൻ 10% and 12%. ഇൻ്റർപോളേഷൻ ഫോർമുല നമുക്കറിയാം, ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് എൻ പി വി ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എൻ പി വി പ്ലസ് നെഗറ്റീവ് എൻ പി വി ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. നമുക്ക് കിട്ടിയ എൻ പി വി 272 ആണ്. നെഗറ്റീവ് എൻ പി വി നമുക്ക് ലഭിച്ചത് 156 ആണ്. therefore 10 plus 272 divided by 272 plus 156 into 12 minus 10, that is 10 plus 272 divided by 428 into 2. therefore 11.27% ആണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത് IRR. പ്രൊജക്ട് എയിൽ നമുക്ക് ലഭിക്കുന്ന ആക്ച്വൽ IRR ഈക്വൽസ് 11.27%. നെക്സ്റ്റ് നമുക്ക് പ്രൊജക്ട് ബീൻ്റെ IRR കാൽക്കുലേറ്റ് ചെയ്യാം. പ്രൊജക്ട് ബിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ആനുവിറ്റി പ്രോഫിറ്റ് വോളിയം ഫാക്ടർ നമുക്ക് ലഭിച്ചിരുന്നത് 2.86 ആണ്. അപ്പോൾ 2.86ഉം ലൈഫ് ഓഫ് ദ പ്രൊജക്ട് ബി വാസ് 4 years. 2.86ഉം 4 yearsഉം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ആനുവിറ്റി ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ ആനുവിറ്റി ടേബിളിൽ ഇയർ 4 വെച്ച് നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ 2.86 ആണ് നമുക്ക് ലഭിക്കുന്നത്. 15% നമ്മൾ നോക്കുമ്പോൾ 2.855. ദാറ്റ് ഈസ് എ ക്ലോസസ്റ്റ് ഓർ നിയറസ്റ്റ് വൺ ടു 2.86. therefore നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ് ആയിട്ട് 15% ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ആനുവിറ്റി ടേബിൾ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, 14%-ൽ 2.914 ആണും 16%-ൽ 2.798 ആണ് വരുന്നത്. നമുക്ക് നിയറസ്റ്റ് ആണ് വേണ്ടത്, അതുകൊണ്ട് 15%-ലുള്ള 2.855 ആണ് നമുക്ക് നിയറസ്റ്റ് ടു 2.86 നമുക്ക് ലഭിക്കുന്നത്. therefore 15% ആണ് നമ്മൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് ആയിട്ട് നമ്മൾ പ്രൊജക്ട് ബിക്ക് വേണ്ടി ഫിക്സ് ചെയ്യുന്നത്. ഫോർ ബി ഫസ്റ്റ് ട്രയൽ റേറ്റ് അറ്റ് 15%. നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എൻ പി വി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യുന്നു. എൻ പി വി നമുക്ക് ലഭിക്കുന്നത് -1338 ആണ് നമുക്ക് ലഭിക്കുന്നത്. 1338 നെഗറ്റീവ് ആണ് നമുക്ക് ലഭിക്കുന്നത് എൻ പി വി. വി നോ ദാറ്റ് ഇഫ് ദ എൻ പി വി കംസ് നെഗറ്റീവ് a lower rate should be tried. ആദ്യം ഞാൻ 15% ആണ് ഓപ്റ്റ് ചെയ്തിരുന്നത്. നെഗറ്റീവ് എൻ പി വി ആണ് ലഭിക്കുന്നത്. a lower rate is to be tried. എൻ്റെ സെക്കൻഡ് ട്രയൽ റേറ്റായിട്ട് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് 10% ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം, അതായത് എന്തുകൊണ്ട് 15% അടിയിലുള്ള 14 13 12 ഒന്നും ഞാൻ ഓപ്റ്റ് ചെയ്യാതിരുന്നു? വേണമെങ്കിൽ അതും ഓപ്റ്റ് ചെയ്യാം, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ എന്തെന്ന് വെച്ചാൽ നമുക്ക് 15% വെച്ച് നമ്മൾ എൻ പി വി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ഫിഗർ 1338 ആണ്. ആൻഡ് 1338 ഈസ് ഫാർ അവേ ഫ്രം 0.0. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് 0 എന്ന് പറഞ്ഞ ഫിഗറിൻ്റെ അടുത്തായിട്ട് വേണം നമുക്ക് എൻ പി വിസ്, രണ്ട് എൻ പി വിസ് നമുക്ക് ലഭിക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ആക്ച്വൽ IRR നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ 1338 ആണ് 15% ട്രയൽ റേറ്റ് വെച്ച് എനിക്ക് ലഭിച്ചത് കൊണ്ട്, ആൻഡ് 1338 ഈസ് ഫാർ അവേ ഫ്രം 0. therefore I am opting for a lower rate, that is 10%.
അപ്പോൾ സെക്കൻഡ് ട്രയൽ റേറ്റ് ഞാൻ 10% ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഹൗ വി കാൽക്കുലേറ്റ് NPV അതേ പ്രൊസീജിയർ, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. നമുക്ക് ലഭിക്കുന്ന NPV 67 ആണ്, പോസിറ്റീവ് ഫിഗർ ആണ്. ഇഫ് വി ഹാവ് ഓപ്റ്റഡ് ഫോർ 12% ആസ് എ സെക്കൻഡ് ട്രയൽ റേറ്റ്, നമ്മൾ സെക്കൻഡ് ട്രയൽ റേറ്റ് ആയിട്ട് 12% അല്ലെങ്കിൽ 13% ആണ് ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ തന്നെ ലഭിച്ചിരുന്നേനെ NPV. We need a positive NPV and we need a negative NPV to calculate actual IRR. 1338 ട്രയൽ 15 റേറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ലഭിച്ചിരുന്ന NPV വാസ് ഫാർ അവേ ഫ്രം 0. അതുകൊണ്ടാണ് 10% അത്രയും ലോവർ ആയിട്ട് നമ്മളൊരു സെക്കൻഡ് ട്രയൽ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് NPV നമുക്ക് ലഭിച്ചിരിക്കുന്നത് 67 ആണ്, പോസിറ്റീവാണ്. ഇപ്പോൾ ഫസ്റ്റ് ട്രയൽ റേറ്റും സെക്കൻഡ് ട്രയൽ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, NPVs നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഡയറക്റ്റ്ലി നമുക്ക് ഇൻ്റർപോളേഷൻ ഫോർമുല, അതായത് L പ്ലസ് P1 മൈനസ് Q ഡിവൈഡഡ് ബൈ P1 മൈനസ് P2 ഇൻറ്റു H മൈനസ് L, ആ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്തപ്പോൾ നമ്മളവിടെ NPV ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തായാലും ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. Therefore L ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ആണ്, H ഹയർ ഡിസ്കൗണ്ട് റേറ്റ്, P1 പ്രസൻറ്റ് വാല്യൂ അറ്റ് ലോവർ റേറ്റ്, P2 പ്രസൻറ്റ് വാല്യൂ അറ്റ് ഹയർ റേറ്റ്, Q നെറ്റ് ക്യാഷ് ഔട്ട്ലേ. ഇത് നമുക്ക് ലോവർ റേറ്റ് വരുന്നത് 10% ആണ്, ഹയർ റേറ്റ് വരുന്നത് 15% ആണ്. P1 പ്രസൻറ്റ് വാല്യൂ അറ്റ് ലോവർ റേറ്റ് നമുക്ക് ലഭിക്കുന്നത് 10,067 ആണ്. അതേപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ അറ്റ് ഹയർ റേറ്റ് P2 നമുക്ക് ലഭിക്കുന്നത് 8,662 ആണ്. ആൻഡ് ഓൾസോ Q നെറ്റ് ക്യാഷ് ഔട്ട്ലേ നമുക്ക് ലഭിക്കുന്നത് 10,000 ആണ്. അതായത് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റാണ് Q വരുന്നത്, നെറ്റ് ക്യാഷ് ഔട്ട്ലേ 10,000 ആണ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഫിഗേഴ്സ് ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ ഫോർമുലോട്ട് അപ്ലൈ ചെയ്യാം. 10 പ്ലസ് 10,067 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 10,067 മൈനസ് 8,662 ഇൻറ്റു 15 മൈനസ് 10. നമുക്ക് ലഭിക്കുന്ന ആൻസർ വരിക 67 ഡിവൈഡഡ് ബൈ 1,405. Therefore 10 plus 67 divided by 1405 into 5. അപ്പോൾ നമുക്ക് ലഭിക്കുക 10 plus 0.24. Therefore the IRR equals 10.24%. പ്രൊജക്റ്റ് ബിക്ക് നമുക്ക് ലഭിക്കുന്ന ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ 10.24% ആണ്. അതേപോലെ തന്നെ പ്രൊജക്റ്റ് എക്ക് നമുക്ക് ലഭിച്ചിരുന്ന ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ 11.27% ആണ്. നമുക്ക് IRR യൂസ് ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റബിൾ എന്ന് നമുക്ക് പറയേണ്ടതാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ വന്നിരുന്നത്. Therefore this IRR in case of project A 11.27% is higher than project B 10.24%. Hence project A is profitable, project A is acceptable. നമുക്ക് IRR ബേസ് ചെയ്തിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a project Thunder involves an initial outlay of 32,400. Its economic life is calculated as 3 years. The cash inflows are as follows. Year 2010, 2011, 2012. Inflow 16,000, 14,000, 12,000 respectively. Calculate IRR. ഇവിടെ കോസ്റ്റ് വന്നിരിക്കുന്നത് 32,400 ആണ്. അതേപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട് 3 വർഷം 16,000, 14,000, 12,000. നമ്മൾ IRR കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഡയറക്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ നോക്കുന്നു. ടോട്ടൽ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വരുന്നത് 42,000 ആണ്. 3 വർഷമാണ് ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ് വരുന്നത്. Therefore 42,000 ഡിവൈഡഡ് ബൈ 3 14,000 ആണ് ആവറേജ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കുന്നത്. ഡയറക്റ്റ്ലി പ്രോഫിറ്റ് വോളിയം ഫാക്ടറിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ, ദാറ്റ് ഈസ് 32,400 ഡിവൈഡഡ് ബൈ 14,000. PV ഫാക്ടർ നമുക്ക് ലഭിക്കുന്നത് 2.314 ആണ് നമുക്ക് ലഭിക്കുന്ന PV ഫാക്ടർ. Therefore ഈ ലഭിച്ച PV ഫാക്ടറും അതേപോലെ അസറ്റിൻ്റെ ലൈഫും 2.314ഉം അസറ്റിൻ്റെ ലൈഫായി 3 ഇയേഴ്സും ഇത് രണ്ടും യൂട്ടിലൈസ് ചെയ്തിട്ട് ആനുവിറ്റി ടേബിളിൽ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ 3 ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ട് 2.314 PV ഫാക്ടറിന്
നിയറസ്റ്റ് ആയിട്ടുള്ള റേറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 ഇയേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12%-ൽ 2.402, 14%-ൽ 2.322, 15% 2.283. നമുക്ക് വേണ്ട പി വി ഫാക്ടർ 2.314 ആണ്. Therefore 2.322 that is in 14% is the nearest one. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ് ആയിട്ട് 14% ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിന് കാരണം 2.322 ആണ് നമുക്ക് വേണ്ട പ്രോഫിറ്റ് വോളിയം ഫാക്ടറായി 2.314 ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 14% ആണ് ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. കാൽക്കുലേഷൻ ഓഫ് IRR by trial and error method. ഫസ്റ്റ് ട്രയൽ റേറ്റ് at 14%. NPV കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എഴുതി. ഡിസ്കൗണ്ടിങ് ഫാക്ടർ at 14%, 0.877, 0.769, 0.675 for the 3 years respectively. ഡിസ്കൗണ്ടിങ് ഫാക്ടർ കാൽക്കുലേഷൻ ഒന്നുകൂടി പറഞ്ഞു തരാം. 1 divided by 1 plus 14% the raised to 1. സെക്കൻഡ് ഇയറിനാണെങ്കിൽ 1 divided by 1 plus 14% raised to 2. ഇങ്ങനെയാണ് നമുക്ക് 0.877, 0.769, 0.675 നമുക്ക് ലഭിച്ചത്. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ 16,000 ഇൻറ്റു 0.877, 14,000 ഇൻറ്റു 0.769, 12,000 ഇൻറ്റു 0.675. ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കും. അതിനെ സമ്മപ്പ് ചെയ്യുക, ടോട്ടൽ നോക്കുക. Therefore we get the total present value cash inflow as 32,898. NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ഫിഗറാണ്. 498 ആണ് നമുക്ക് ലഭിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. NPV, net present value. We know that if we get a positive NPV, go for a higher rate, as well as if we get a negative NPV, go for a lower rate. അപ്പോൾ 14% ഫസ്റ്റ് ട്രയൽ റേറ്റ് വെച്ച് നമുക്ക് ലഭിച്ചിരുന്നത് NPV 498 ആണ്, പോസിറ്റീവ് ഫിഗറാണ്. Therefore കുറച്ചുകൂടി ഒരു ഹയർ റേറ്റാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ട്രയൽ റേറ്റായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് 15% ആണ്. 15% ആണ് സെക്കൻഡ് ട്രയൽ റേറ്റ് എനിക്ക് വരുന്നത്. ഇതേ ബേസ് ചെയ്തിട്ട് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യാഷ് ഇൻഫ്ലോസ് എഴുതിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ അറ്റ് 15% നമ്മൾ എഴുതിയിട്ടുണ്ട്. 1 divided by 1 plus 15% raised to 1, 1 divided by 1 plus 15% raised to 2, 1 divided by 1 plus 15% raised to 3, 0.658. അങ്ങനെ നമുക്ക് റെസ്പെക്റ്റീവ്ലി നമുക്ക് ഓരോ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യാഷ് ഇൻഫ്ലോയും ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കുന്നു. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽസ് 32,400. നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ. 32,400 മൈനസ് 32,400 തന്നെയാണ് നമുക്ക് വരുന്ന കോസ്റ്റ് വരുന്നത്. Therefore the net present value അതല്ലെങ്കിൽ NPV is 0. 32,400 minus 32,400. Hence the present value is just equal to the investment figure. Therefore the IRR is 15%. നമുക്ക് ലഭിച്ച ക്യാഷ് ഇൻഫ്ലോസ് നിന്ന് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ 0 തന്നെയാണ്. ദ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ ടു ദി കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്. ആ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ബി ദ സെയിം. 15% തന്നെയാണ് ഇവിടെ ആക്ച്വൽ IRR നമുക്ക് ലഭിക്കുന്നത്. If the NPV at the first rate comes positive, a higher rate should be tried. If the NPV comes negative, a lower rate should be tried. This exercise is done till the NPV comes 0. നമുക്ക് 15% റേറ്റിൽ നമ്മൾ നോക്കിയിരുന്നപ്പോൾ NPV നമുക്ക് ലഭിച്ച 0 തന്നെയാണ്. Therefore actual IRR is 15% itself. അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് വരുന്നത്. Do learn all this thoroughly. Thank you all.